പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ് നെല്ലിയാമ്പതിയുടെ സ്ഥാനം. ഒരു കാലത്ത് കേരളത്തിൽ കാർഷിക വൃത്തി ചെയ്തിരുന്ന ചില വിഭാഗങ്ങൾ അമ്മ ദൈവത്തെ ആരാധിച്ചിരുന്നു. ദൈവങ്ങൾ മലകളിലും മരങ്ങളിലും വസിക്കുന്നുവെന്ന് അവർ വിശ്വസിച്ചു. അങ്ങനെയുള്ള അവരിലെ ചിലർ നെല്ലിമരത്തിൽ താമസിച്ച ദേവിയെ ആരാധിച്ചു. ഒടുവിൽ ആ ദേവിയിൽ നിന്നാണ് നെല്ലിയാമ്പതി എന്ന പേര് ലഭിച്ചത്. പതിക്ക് ഗ്രാമം, ഊര് എന്നൊക്കെയുള്ള അർത്ഥമാണുള്ളത്. നല്ലി എന്നത് കാർഷിക വിശ്വാസത്തിലെ ഒരു ദേവതയാണെന്നും അങ്ങനെയാണ് നെല്ലിയാമ്പതി എന്ന പേരുണ്ടായതെന്നും ഒരു പാഠഭേദവുമുണ്ട്. ഈ സ്ഥലത്തിന് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ഏറ്റവും കുറഞ്ഞത് 467 മീറ്ററും കൂടിയത് 1585 മീറ്ററുമാണ്. പാടഗിരിയാണ് ഈ പ്രദേശത്തെ ഏറ്റവും ഉയർന്ന സ്ഥലം. പിന്നെ പാവപ്പെട്ടവരുടെ ഊട്ടി എന്ന് ഒരപരനാമവും നെല്ലിയാമ്പതിക്ക് ഉണ്ട്. ഭാരതപ്പുഴയുടെയും ചാലക്കുടി പുഴയുടെയും പ്രധാന വൃഷ്ടിപ്രദേശമാണ് ഇവിടെ. വൃഷ്ടിപ്രദേശം എന്നാൽ ഏറ്റവും അധികം ജലം പുഴകളിലേക്കും ലഭിക്കുന്നത് ഇവിടെ നിന്നാണ് എന്നർത്ഥം. ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും വളരെ പ്രശസ്തമാണ്. തൃശ്ശൂർ ഗോവിന്ദാപുരം റൂട്ടിൽ നെന്മാറ ബസ് സ്റ്റാൻഡിന് സമീപത്തുകൂടെയാണ് നെല്ലിയാമ്പതിയിലേക്കുള്ള വഴി. പോത്തുണ്ടി അണക്കെട്ടിൻ്റെ വശ്യമനോഹാരിത ആസ്വദിച്ചാണ് നെല്ലിയാമ്പതിയിലേക്ക് പോകുന്നവരെല്ലാം ചുരം കയറുന്നത്. ഭാഗ്യമുള്ളവർക്ക് വഴിയിൽ കാട്ടുമൃഗങ്ങളെയും മലമുഴക്കി വേഴാമ്പലിനെയും ഒക്കെ കാണാൻ സാധിക്കും. ഇവിടേക്ക് രാവിലെ ഒരു തവണ മാത്രമാണ് ഒരു ബസ് സർവീസ് ഉള്ളത്. അത് KSRTCയുടേതാണ്. നെന്മാറയിൽ നിന്നും ടാക്സിയോ ജീപ്പോ ഉപയോഗിച്ച് മലമുകളിൽ പോകുവാനും സാധിക്കും. ഇപ്പോൾ KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായി തൃശ്ശൂർ, പാലക്കാട് യൂണിറ്റുകളിൽ നിന്നും ടൂർ സംഘടിപ്പിക്കുന്നുണ്ട്. അതിനൊപ്പവും നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ്. നെല്ലിയാമ്പതി ചുരത്തിൽ 10ഓളം ഹെയർ പിൻ വളവുകളുണ്ട്. ഒരു വശത്ത് മലയും മറുവശത്ത് അഗാധ ഗർത്തവും കൂടിച്ചേരുമ്പോൾ അല്പം ഭീതി ഉണ്ടായേക്കാം. ജനുവരി മുതൽ മെയ് വരെ പകൽ തണുപ്പ് കുറഞ്ഞ കാലാവസ്ഥയാണ്. തണുപ്പ് കൂടിയ ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള സമയത്താണ് ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നത്. മഴക്കാലത്ത് ഊർന്നു വീഴുന്ന നീർച്ചാലുകളും പച്ചപ്പ് കനത്ത ചോലക്കാടുകളും ഈ നിത്യഹരിത വനത്തിൻ്റെ ചാരുത വർദ്ധിപ്പിക്കുന്നു. ചുരം കയറുമ്പോഴുള്ള വ്യൂ പോയിന്റുകളിൽ നിന്നും പാലക്കാടിൻ്റെ സമതലവും തെങ്ങിൻ തോപ്പും കരിമ്പനകളും പാടശേഖരങ്ങളും നിറഞ്ഞ മനോഹര ദൃശ്യവും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. വനവാസക്കാലത്ത് രാമലക്ഷ്മണന്മാർ സീതാദേവിക്കൊപ്പം ഇവിടെ താമസിച്ചിരുന്നു അത്രേ. ആ സമയത്ത് ദേവി സ്നാനം നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന സീതാർകുണ്ട്, കരടിപ്പാറ, കേശവൻപാറ, പാടഗിരി, പോത്തുപാറ, പലകപ്പാണ്ടി, മാമ്പാറ, കാരപ്പാറ തൂക്കുപാലം, പുല്ലുകാട്, വിക്ടോറിയ ലില്ലി തേയിലത്തോട്ടങ്ങൾ തുടങ്ങി കാണുവാനുള്ള പ്രദേശങ്ങളും ഏറെയുണ്ട് ഇവിടെ. പുലിയും ആനയുമൊക്കെ ഇറങ്ങുന്ന വഴികൾ പിന്നിട്ടാണ് ഈ യാത്രയിൽ നമ്മൾ ആദ്യ കവലയായ കൈനാട്ടിയിൽ എത്തുക. അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞാൽ മണലാരു തേയിലത്തോട്ടം, ഇടത്തോട്ട് പോയാൽ നെല്ലിയാമ്പതി പട്ടണം. ഇവിടെ ഓറഞ്ച് ഫാമും ഉണ്ട്. ഓറഞ്ചും പാഷൻ ഫ്രൂട്ടുമൊക്കെ നിറഞ്ഞ് വിളഞ്ഞു നിൽക്കുന്ന കാഴ്ചയും നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കും. മഴക്കാലം സിനിമാക്കാർക്കും ഇഷ്ടപ്പെട്ട സമയം കൂടിയാണ്. നിരവധി ഹിറ്റ് സിനിമകളുടെ ലൊക്കേഷൻ കൂടിയാണ് ഇവിടം. ഭ്രമരം, അപരിചിതൻ എന്നീ സിനിമകൾ നെല്ലിയാമ്പതിയുടെ ഭംഗിയും വന്യതയും ഒപ്പിയെടുത്ത 2 ചിത്രങ്ങളാണ്.
ബൈക്ക് യാത്രക്കിടയിൽ ദൃശ്യങ്ങൾ പകർത്തുമ്പോഴാണ് ഞങ്ങൾ ഈ അംഗൻവാടി ടീച്ചറെ കണ്ടത്. ഇതെന്ത് മരം ചേച്ചി? ചൗക്കാന്ന് പറയുന്നത് ഈ തേയിലയ്ക്ക് വേണ്ടിയിട്ട്, ചൗക്ക. തണലിന് വേണ്ടിയിട്ടാണ്. ആ അല്ല, ഇത് ശരിക്കും ഈ ചെടിക്ക് തണൽ കൊടുക്കുന്നതാണ് ഇത്. ഈ ഇതിന് വേണ്ടി. ഓ ഓ ഓ ഇത് വെട്ടി വിറ്റ് കഴിഞ്ഞാൽ പൈസ കിട്ടുമോ ഈ ചൗക്ക? ഇതൊക്കെ ആൾക്കാർ കത്തിക്കാൻ എത്തും ഉണങ്ങി കഴിഞ്ഞാൽ. ഓ നല്ല ഭംഗിയാണ്, നല്ലൊരു ഭംഗിയുള്ള ഇതാണ്. കൊടുങ്കാട്ടിലുള്ള കാരപ്പാറ തൂക്കുപാലം സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒന്നാണ്. കൈകാട്ടിയിൽ നിന്നും തേയിലത്തോട്ടങ്ങളുടെ പച്ചപ്പും ആകാശനീലിമയും ഇഴചേർന്ന കാഴ്ചകൾക്കിടയിലൂടെയുള്ള യാത്ര അവസാനിക്കുന്നത് കാരപ്പാറയിലാണ്. ലില്ലി, ഓറിയൻ്റൽ, ബിയാട്രീസ്, പൂത്തുണ്ട് എന്നീ എസ്റ്റേറ്റുകളുടെ പേര് സ്ഥലനാമങ്ങളായി ഇവിടെ പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. പൂത്തുണ്ട് മുതലാണ് കാപ്പിച്ചെടികൾക്ക് ഇടയിലൂടെയുള്ള യാത്ര. കാരപ്പാറയിലേക്കുള്ള വഴിയിൽ പുലി ഇറങ്ങാറുണ്ടെന്നും പറഞ്ഞു കേൾക്കുന്നു. ഏകാന്തതയും കാടിൻ്റെ ഭീകരതയും പിന്നെ തണുത്ത അന്തരീക്ഷവും 1000 നാവുള്ള അനന്തന് പോലും വർണ്ണിക്കാൻ ഒരുപക്ഷെ ബുദ്ധിമുട്ടായേക്കാം. പറമ്പിക്കുളം ടൈഗർ റിസർവ് വനത്തോട് അതിർത്തി പങ്കിടുന്ന കാരപ്പാറ SC കോളനിയിലെ കുടുംബങ്ങളെ കൂടി ബന്ധിപ്പിക്കുന്നതാണ് ഇവിടുത്തെ തൂക്കുപാലം. കാരപ്പാറ പുഴ ഒഴുകിയെത്തുന്നത് ചാലക്കുടി പുഴയിലാണ്. കൂരിയാർ കുട്ടിപ്പുഴ, പറമ്പിക്കുളം ആറ്, ഷോളയാർ എന്നിവ സംഗമിച്ച ശേഷം ഒരു കൊമ്പൻ കുട്ടിയിൽ വെച്ച് കാരപ്പാറയാറുമായി ചേരുന്നു. അതിനുശേഷം അതിനെല്ലാം കൂടെ ഒറ്റപ്പേരാണ് ചാലക്കുടി പുഴ. പിന്നെയും മറ്റനേകം പുഴകളും ചെറുചാലുകളും ഇതിലേക്ക് ചെന്ന് ചേരുന്നുണ്ട്. കാരപ്പാറയിലെ പ്രധാന ആകർഷണം തൂക്കുപാലവും ഈ പുഴയുമാണ്. മഴക്കാലത്ത് പോകുന്നതായിരിക്കും ഇവിടുത്തെ ഭംഗി ആസ്വദിക്കുന്നതിന് ഏറ്റവും അനുയോജ്യം.
ആട്ടോ എവിടെ നിന്ന് കിട്ടും? എവിടെ? ഈ കാരപ്പാറയിലുണ്ട് അല്ലേ? ഓ ഓ ഓ, 100 അടിയിൽ നിന്നും വരും. ആ, AVT വീക്കോ തേയില കമ്പനികളുടെ എസ്റ്റേറ്റുകൾ നെല്ലിയാമ്പതിയിലുണ്ട്. ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും തുടങ്ങിയത് ബ്രിട്ടീഷുകാരാണത്രേ. പിന്നീട് ഇവർ തദ്ദേശീയരായ ആളുകൾക്ക് വിൽക്കുകയാണ് ഉണ്ടായത്. ഇവിടെ BSNLൻ്റെ ഒരു എക്സ്ചേഞ്ച് ഉണ്ട്. ഒപ്പം മണലാരു എസ്റ്റേറ്റിലെ തൊഴിലാളി കുടുംബങ്ങൾക്കായി ഒരു ആശുപത്രിയും അവരുടെ കുട്ടികൾക്കായി ഒരു സ്കൂളും ഇവിടെയുണ്ട്. കാരപ്പാറ ടൗണിൽ ഒരു ക്ഷേത്രവും കുറച്ച് വീടുകളും ചില കടകളുമൊക്കെ കാണാം.
കോയമ്പത്തൂർ, പൊള്ളാച്ചി, പാലക്കാട്, തൃശ്ശൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവിടെ എത്തുന്നതിന് വളരെ സൗകര്യപ്രദമായിട്ടുള്ളത്. ഊട്ടിയും മൂന്നാറുമൊക്കെ സമന്വയിക്കുന്ന ഇവിടുത്തെ കാലാവസ്ഥ ചെറുയാത്രകൾക്ക് പറ്റിയ ഒരിടമാണ്. ഒരു ദിവസമെങ്കിലും പാവപ്പെട്ടവരുടെ ഊട്ടിയിൽ ഒന്ന് പോയി നോക്കാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കണേ.